അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താർ. ഇന്ന് വളരെ വലിയൊരു അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് പറയാനുള്ളത്. കാന്തപുരം ഉസ്താദിനെ കുറിച്ചിട്ടാണ്. ഇതുപോലെ ഒരു പക്ഷെ ലോകത്ത് ഒരു പണ്ഡിതൻ എൻ്റെ അറിവിലില്ല. ഇപ്പം എൻ്റെ അറിവ് പരിമിതമായ കാര്യമാണ്. ഇപ്പം ഈ വീഡിയോ കാണുന്ന ഒരാളുകൾക്ക് വൈഡായിട്ട് അറിയുന്ന ആളുകളാണ് ഈ കാര്യങ്ങൾ പറയും. ഒരു പക്ഷേ ലോകത്ത് 60 വർഷം തുടർച്ചയായിട്ട് ബുഖാരി എന്ന് പേരുള്ള അധികം ആദരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രബലമായ ഗ്രന്ഥമായിട്ട് കരുതപ്പെടുന്ന ഒരു ഹദീസ് ഗ്രന്ഥം തുടർച്ചയായിട്ട് 60 വർഷം ക്ലാസ് എടുക്കുക എന്ന് പറയുന്ന ഒരു കർമ്മം, അത്തരത്തിലുള്ള 60 വർഷത്തിൻ്റെ ക്ലാസ്സാണ് കഴിഞ്ഞ ദിവസം മർക്കസിൽ വെച്ച് നടന്നത്. കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു പക്ഷേ വിയോജിപ്പുള്ളവരുണ്ടാവും, യോജിപ്പുള്ള ആളുകളൊക്കെ ഉണ്ടാവും. സംഘടനാപരമായിട്ട് ഒരു തരത്തിലും എനിക്ക് കാന്തപുരം ഉസ്താദിനോടോ മറ്റോ ഒരു യോജിപ്പുമില്ല. പക്ഷേ ഇങ്ങനെ 60 വർഷമായിട്ട് കാന്തപുരം ഉസ്താദ് മുടങ്ങാതെ ബുഖാരിയുടെ ക്ലാസ് നടത്തുക, ആ ക്ലാസ്സിലേക്ക് വരുന്നത് 100 കണക്കിന് മഹാപണ്ഡിതന്മാർ. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ഓരോ മതപണ്ഡിതന്മാരും ഇത്തരത്തിൽ ബുഖാരിയൊക്കെ ക്ലാസ്സുകളൊക്കെ അവരുടെ ഉസ്താദുമാരുടെ പഠിച്ചവരാണെങ്കിൽ കൂടി ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് അത് കാന്തപുരം ഉസ്താദിൻ്റെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. മാഷാ അല്ലാഹ്, ഒരുപാട് സന്തോഷം. അത്രയും വർഷങ്ങൾ നീണ്ട രീതിയിൽ ക്ലാസ് നടക്കുന്നു. ആ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള ബുഖാരിയുടെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത ഉസ്താദുമാർ ഈ വീഡിയോയിലുണ്ടോ? അതിൽ ഏറ്റവും സന്തോഷം തോന്നാൻ കാരണം ലോകപ്രശസ്ത പണ്ഡിതനും അതേപോലെ സൂഫി ഗുരുവുമായ ഷെയ്ഖ് ഹബീബ് ഉമർ, യമനിലുള്ള വളരെ വലിയൊരു പണ്ഡിതൻ. ആ പണ്ഡിതനടക്കം ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന മർക്കസിൽ വെച്ച് നടന്ന ഖത്മുൽ ബുഖാരിയുടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ സയ്യിദ് അലവി മാലിക്കിക്ക് ശേഷം ലോകം മുഴുവനും ആദരിക്കപ്പെടുന്ന അലവി ത്വരീഖത്തിലുള്ള വളരെ വലിയൊരു പണ്ഡിതനാണ്. ആ പണ്ഡിതനടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഖത്മുൽ ബുഖാരിയുടെ ക്ലാസ്സിന് അവിടെ സന്നിഹിതരായിട്ടുണ്ട്. അപ്പം അദ്ദേഹം അവിടുന്ന് യമനിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന ജവാദ് മുസ്തഫ എന്ന് പേരുള്ള അദ്ദേഹത്തിൻ്റെ അനുയായിയും വളരെ പ്രശസ്തനുമായ ഒരാളാണ്. അദ്ദേഹം എനിക്ക് പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ 2-3 പരിപാടികളിലാണ് ഈ ഒരു ഷെയ്ഖ് പങ്കെടുക്കുന്നത്. അദ്ദേഹം യമനിലെ ഒരുപാട് ലോകം മുഴുവനും അറിയപ്പെടുന്ന, ലോകത്തുള്ള എല്ലാ സുന്നി ധാരകളും അംഗീകരിക്കുന്ന വലിയ സൂഫി ത്വരീഖത്തിൻ്റെ ഒരു ഉസ്താദാണ്, ഷെയ്ഖാണ്. അപ്പം അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന്, മർക്കസിലേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മലപ്പുറത്തുള്ള മഅദിൻ അക്കാദമിയിലേക്കാണ് വരുന്നത്. അപ്പം അതിനുശേഷം ഹൈലൈറ്റ് മാളിൽ ഒരു കോൺഫറൻസ് ഉണ്ട്. ഒരു 150 പേര് മാത്രം ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ആ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ എനിക്കും ക്ഷണം കിട്ടി. മാഷാ, എനിക്ക് ഭയങ്കര സന്തോഷം, അത്ഭുതം തോന്നി. എന്നെ ക്ഷണിക്കാൻ മാത്രം ഞാൻ ആരാണ്? ഞാൻ അതിന് അർഹനായ ഒരാളൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിക്കും നിങ്ങൾക്ക് ആൾ മാറിയതാണോ, ഇന്നെ തന്നെയാണോ ക്ഷണിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അല്ല മാഷ, എനിക്കറിയാം, ഫക്രുദ്ദീൻ തന്നെ അല്ലേ, അപ്പോൾ നിങ്ങളുടെ എഴുത്തുകളൊക്കെ കാണലുണ്ട്, അപ്പോൾ നിങ്ങൾ എന്തായാലും ആ പരിപാടിക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്നേഹപൂർവ്വം, എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമില്ലായ്മ കൂടി തോന്നി. കാരണം ഞാനൊരു യാത്രയിലാണ്. ആ യാത്ര ഇപ്പം ഞാൻ ഏർവാടിയിലാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പോലും ഏർവാടിയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഏർവാടിക്കുള്ളൊരു യാത്രയിലായതുകൊണ്ട് തന്നെ ഞാൻ ചൊവ്വാഴ്ച വൈകിട്ട് മാത്രമേ വീട്ടിലെത്തൂ. അപ്പോൾ ഇന്നലെ തിങ്കളാഴ്ചയാണ് ആ പരിപാടി ഉണ്ടായിരുന്നത്, 150 പേർക്ക് വെക്കുന്നൊരു പരിപാടി. അപ്പോൾ ആ ഒരു പരിപാടിയിൽ എന്താ പറയുക, പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വളരെ ഉന്നതരായ പണ്ഡിതന്മാരൊക്കെയാണ് ഈ ഖത്മുൽ ബുഖാരിയുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. എനിക്കും ഒരു ആഗ്രഹമുണ്ട്, നമ്മളിപ്പോൾ ദർസിൽ പോയിട്ട് ഇതൊക്കെ പഠിച്ചുണ്ടാക്കി, പക്ഷേ വളരെ വലിയൊരു ഗുരുനാഥന്റെ കീഴിൽ നമ്മളൊരു ബർക്കത്തിന് വേണ്ടി ക്ലാസ്സിൽ പോകാന്നുള്ളതാണ്. ഇത് പണ്ടും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അടുത്ത് ക്ലാസ്സിന് വന്നിരുന്ന ഇമാം ഹംബലി ഇമാമിന്റെ കഥയുണ്ട്. അതേപോലെ ഹംബലി ഇമാമിന്റെ അടുത്തേക്ക് ഷാഫി ഇമാം ബർക്കത്തിന് പോയിട്ട് ക്ലാസ് എടുക്കലുണ്ട്. ഇങ്ങനെ പണ്ട് കാലം മുതൽക്ക് തന്നെ ഉന്നതരായ മഹാപണ്ഡിതന്മാരടുത്ത് വന്ന് ബർക്കത്തിന് വേണ്ടി ക്ലാസ് എടുത്ത് പോകുന്ന ഒരു ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഹദീസ് എന്ന് പറയുന്നത് എന്താ പറയാ, വ്യാജ ഹദീസുകളും ഹദീസിന്റെ പേരിൽ ഒരുപാട് ഇല്ലാത്ത സ്ത്രീവിരുദ്ധമായ പല കാര്യങ്ങളും ഒക്കെ കെട്ടിച്ചമക്കുന്ന ഒരു കാലത്ത് ഉന്നതനായ ഒരു പണ്ഡിതന്റെ കയ്യിൽ നിന്ന് ഹദീസ് ഗ്രന്ഥം അല്ലെങ്കിൽ അത് വായിക്കുക അല്ലെങ്കിൽ അത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് കഴിഞ്ഞ പണ്ഡിതന്മാർ മഹാഭാഗ്യവാന്മാരാണ്. അപ്പൊ കഴിഞ്ഞ 60 വർഷമായിട്ട് കേരളത്തിൽ ഇത് മുടങ്ങാതെ കാന്തപുരം ഉസ്താദ് നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും നീണ്ട വർഷങ്ങൾ ബുഖാരിയുടെ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു ഉസ്താദ് വേറെ ഉണ്ടാവില്ല, ലോകത്ത് തന്നെ അപൂർവമായിരിക്കും. അപ്പോൾ അവിടേക്ക് വന്ന ഈ ഒരു എന്താ പറയാ, ഈ ഒരു സൂഫി ത്വരീഖത്തിന്റെ ആളുകൾ അടക്കം പറയുന്നത് ലോകത്ത് ഇത്രയും അധികം ആളുകളെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ ക്ലാസ് നടത്തിയ വേറൊരാൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്കും പങ്കെടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ അത് തലയെക്കെട്ടൊക്കെ കെട്ടിയ വലിയ സക്കാഫിമാർക്ക് മാത്രമാണോ ഇതിൽ പങ്കെടുക്കാൻ കഴിയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നമുക്കും ഇൻഷാ അല്ലാഹ് പങ്കെടുക്കാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇതിനു മുൻപ് എനിക്ക് പൊന്നാനി വലിയ പള്ളിയിൽ ഇതേപോലെ അവിടെ ഒരു രീതി ഉണ്ടല്ലോ, വലിയ പള്ളിയിൽ വിളക്കത്തിരിക്കാം. അങ്ങനെ വിളക്കത്തിരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിരുന്നു. അത് എൻ്റെ ഗുരുനാഥനും അതേപോലെ എന്താ പറയുക, ഇ കെ സമസ്തയുടെ കേന്ദ്ര മുഷാവറാംഗവുമായ
FV ഇസ്മായിൽ മുസ്ലിയാരുടെ അടുത്തുനിന്നാണ്, അദ്ദേഹമാണ് എൻ്റെയൊക്കെ ഗുരുനാഥനാണ്. അപ്പം അദ്ദേഹം അവിടെ വന്നിരുന്നു, ആ ഒരു വിളക്കത്തിരുന്ന് അതിൻ്റെ അടിയിലുള്ള ഒരു വിശുദ്ധമായ കല്ലൊക്കെ ഉണ്ട്, അത്ഭുതമായൊരു കല്ല്. അത് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മക്കത്തുനിന്ന് കൊണ്ടുവന്നൊരു കല്ലാണ്. ആ കല്ലിൻ്റെ മുകളിലാണ് ആ വിളക്കുള്ളത്. ആ വിളക്കത്ത് ഇരുന്നാണ് പണ്ടൊക്കെ പഠിച്ചിരുന്നത്. അവിടെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു കിതാബിൻ്റെ ഒരു ഭാഗം ഓതാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഖത്മുൽ ബുഖാരിയുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ആളുകൾ, ഉസ്താദുമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കണം. അങ്ങനെ കഴിഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു 60 വർഷത്തിനിടയിൽ ഒരു 100 പേര് വെച്ച് കൂട്ടാം. ആ ഒരു ഖത്മുൽ ബുഖാരിയുടെ ക്ലാസ്സിന് 60 വർഷം ഒരു 100 പേരാണെങ്കിൽ എത്ര ആയിരക്കണക്കിന് ആളുകളായി അത് പങ്കെടുക്കാം. കാരണം ഈ ഹദീസുകളുടെ കാര്യത്തിലൊക്കെ ശരിക്കും നമ്മളൊരു ഹദീസിൻ്റെ ഒരു ഗ്രന്ഥം അറബി വായിക്കാൻ അറിയും എന്നതുകൊണ്ട് മാത്രം വായിച്ചാൽ പോരാ. കാരണം ഒരുപാട് സ്ത്രീവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ഹദീസിൽ പിൽക്കാലത്ത് പലരും അച്ചടിച്ച് ചേർത്തിട്ടുണ്ട്. അതൊന്നും ഇസ്ലാമികപരമായിട്ട് അംഗീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ പോലുമല്ല. അപ്പൊ ഹദീസൊക്കെ ശരിക്കും ഗുരുനാഥന്മാരെന്ന് പഠിക്കണം. ഒരൊറ്റ ഹദീസ് ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഭാര്യയായ ആയിഷ ബീവിയോട് പിണങ്ങിയപ്പോ ആ പിണക്കം കണ്ടുവന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിനെ അടിച്ചു എന്നൊക്കെ ഹദീസിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഹബീബായ നബിയുടെ ഭാര്യയെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടിക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ അടിക്കുകയാണ്. അതെങ്ങനെ ശരിയാവുക? അത് നബിനെ തന്നെ കൊച്ചാക്കാൻ വേണ്ടി ആരോ ചേർത്ത് വെച്ചതല്ലേ? അങ്ങനെ അത് ഒരിക്കലും ചെയ്യോ? അതേപോലെ ആയിഷ ബീവി നബിനെ അടിച്ചു എന്നൊക്കെ എഴുതി വെച്ച ഹദീസുകളുണ്ട്. ആരെയാണ് ഈ അടിക്കുന്നത്? നബിനെയോ? ഹബീബായ നബിയെ ആയിഷ ബീവി അടിക്കുകയോ? അങ്ങനെ ഒരു അടിക്കുന്ന ഭാര്യയും ഭർത്താവാണോ ഇവരുള്ളത്? പിന്നെ വേറെയും ഇങ്ങനെ ഒരുപാടെണ്ണുണ്ട്. ഈ ബറാത്ത് രാവിനെ കുറിച്ച് നമ്മളൊക്കെ പറയുമ്പോൾ ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ കൂടെ കിടന്നുറങ്ങുമ്പോൾ നബിനെ കാണാതായിട്ട് അന്വേഷിച്ചപ്പോൾ പിന്നെ ജന്നത്തുൽ ബഖീൽ നബി പ്രാർത്ഥിക്കുന്നത് കണ്ടു എന്നാണ് ഹദീസുള്ളത്. അതിലൊരു വാക്ക് ഇതുപോലെ വ്യാജമായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ നബിനെ കാണാതായപ്പോൾ ആയിഷ ബീവി മറ്റു ഭാര്യമാരുടെ വീടുകളൊക്കെ അന്വേഷിച്ചത്രേ. അപ്പൊ നബി എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിനെ അറിയാതെ ആയിഷ ബീവിയുടെ കൂടെ കിടക്കേണ്ട നബി ഇവരോട് പറയാതെ വേറെ ഭാര്യമാരെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുന്ന അങ്ങനത്തെ ഒരാളായിട്ടാണോ ചിത്രീകരിക്കേണ്ടത്? അപ്പൊ ഇതൊക്കെ ഹബീബായ നബിയുടെ ഒരു സവിശേഷത ഇല്ലാതാക്കുന്ന പലതും ഈ ഹദീസിന്റെ പേരിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഹദീസ് ഗ്രന്ഥത്തിന്റെ ഒരു പരിഭാഷ എടുത്തിട്ട് വായിച്ചു നോക്കിയിട്ട് ഞാനും ബുഖാരി പഠിച്ചതെന്നുള്ളതല്ല. ഒരു നല്ല ഗുരുനാഥനിൽ നിന്ന് ശരിക്കും ഈ ഹദീസ് പഠിക്കേണ്ടതുണ്ട്. കാരണം 250 വർഷം കഴിഞ്ഞിട്ടാണ് ബുഖാരി ഇമാമൊക്കെ ഇന്നത്തെ റഷ്യയിലെ അധിനിവേശ പ്രദേശമായിരുന്ന ഉസ്ബെക്കിസ്ഥാനിൽ ഇമാം ബുഖാരി ജനിക്കുന്നത്. അദ്ദേഹം അറബ് പോലും അല്ല, നോൺ അറബായ ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം മക്കത്ത് പോയിട്ട് ആളുകളെ കണ്ട് വളരെ കണിശമായിട്ട് ശേഖരിച്ച ഹദീസുകളാണ്. ഇങ്ങനെയാണ് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും അങ്ങനെ തന്നെ ഏകദേശം. അവർ 6 അറബികളായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ സ്വഹീഹു സിത്തയുടെ 6 ആളുകളാണെങ്കിലും അതിലൊന്നും പരമാവധി ഇവരൊക്കെ അറബ് പഠിച്ചെടുത്ത് ചെയ്ത ആളുകളാണ്. അപ്പൊ ഇങ്ങനെ ഹദീസിന്റെ പേരിലൊക്കെ ഒരുപാട് വ്യാജങ്ങൾ വരാറുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് സ്ത്രീകൾ നിസ്കരിക്കാൻ വരുമ്പോൾ ആർത്തവരക്തം വീഴ്ത്താൻ വേണ്ടി പാത്രങ്ങൾ വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പിൽക്കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഹദീസ് ഗ്രന്ഥം എന്ന് പറയുന്നത്, ഹദീസ് എന്ന് പറയുന്നത് നല്ലൊരു ഗുരുനാഥന്റെ കയ്യിൽ നിന്ന് യഥാർത്ഥത്തിൽ പഠിക്കേണ്ട ഒന്നാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുന്ന ഉസ്താദുമാരൊക്കെ അവരിന്ന് പഠിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം കമന്റ് ചെയ്യണം. ഇന്നലത്തെ വീഡിയോക്ക് പലരും ചോദിക്കണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഷാജിദ വീഡിയോ ചെയ്യുന്നത്? നമ്മൾ ഷാജിനെ അംഗീകരിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ പ്രോത്സാഹിപ്പിച്ചതല്ല. അവരെ ഇങ്ങനെ റമദാനല്ലേ കുറ്റം പറയുന്ന ആളുകൾ കണ്ടപ്പോൾ അതൊരു സ്ത്രീനെ എന്തൊക്കെയാണെങ്കിലും ശരി, ആരെയും കൊന്നിട്ടൊന്നും ഇല്ലല്ലോ, അത്തരത്തില് സ്ത്രീകളെ കുറ്റപ്പെടുന്നത് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞതല്ല. അതായത് നമ്മൾ ആ വീഡിയോനെ സപ്പോർട്ട് ചെയ്തൊന്നുമല്ല. അതോടൊപ്പം തന്നെ ഇന്നലെ ഒരു ഇമാമിനെ കുറിച്ചൊരു വീഡിയോ, ഇമാം മുഹ്സിൻ, അദ്ദേഹം സ്വർഗാനുരാഗിയാണ്. അപ്പൊ ഇത് വൃത്തികെട്ട ചാനലാണ്. ഒന്ന് ആലോചിക്കും മനുഷ്യരെ, നമ്മളൊക്കെ ആണായിട്ടും പെണ്ണായിട്ടും പടച്ചോ സൃഷ്ടിച്ചു, അൽഹംദുലില്ലാ.
അതല്ലാത്ത മനുഷ്യരുണ്ട്. ഫീലിംഗ്, അവരുടെയൊക്കെ ഹോർമോണുകൾ ആണിന്റെ ശരീരം പെണ്ണിന്റെ ഹോർമോണും പെണ്ണിന്റെ ശരീരം ആണിന്റെ ഹോർമോണും, അങ്ങനത്തെ ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അവരെ കുറിച്ച് പറയുമ്പോഴേക്കാണ്ട് വൃത്തികേടാവുകയാണെങ്കിൽ ഇത് മനുഷ്യരാണോ? അത്യാവശ്യം ഒരു ബോധം ഉണ്ടെങ്കിൽ അത്രയും ആളുകളും ഭൂലോകത്തുണ്ടെന്നും അത്രയും ലൈംഗിക ന്യൂനപക്ഷങ്ങളെ കുറിച്ച് ആ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അതിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞത്. അപ്പോഴേക്കാണ്ട് കാണുമ്പോഴേക്ക് വൃത്തികെട്ട ചാനൽ. എന്തായാലും ലൈംഗിക ന്യൂനപക്ഷങ്ങളായ ആളുകൾ ആട്ടി ഓടിക്കപ്പെടേണ്ട ആളുകളല്ല, അവരെയും കൂടി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് മാനുഷികമായ മൂല്യം. അതാണ് നമ്മൾ ആ വീഡിയോയിൽ പങ്കുവെച്ചത്. പിന്നെ ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബുക്കിന്റെ പേര് പറയാം. ആ ബുക്ക് എഴുതിയ ആൾ ആരാന്നാ പറയേണ്ടത്. ഇപ്പോൾ വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് APJ അബ്ദുൽ കലാം ആണ്. അതേപോലെ തട്ടകം എന്ന് പറയുന്ന നോവൽ എഴുതിയത് തിക്കോടിയനാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസപൂർവം എന്ന് പറയുന്ന ഒരു ആത്മകഥ ഇത് എഴുതിയ ആളുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.